ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, രാജാതിരാജാവേ, കർത്താവേ, ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന സകലരെയും ദൈവത്തിന്റെ കരങ്ങൾ തരികയാണപ്പാ. അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് വലിയൊരു മാറ്റവും വലിയൊരു വ്യത്യാസവും യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവ് രോഗത്തോടെ ഭാരത്തോടെ ആരിലിരിക്കുന്നു അവർക്കെല്ലാം ഒരു ആശ്വാസവും സമാധാനം തണുപ്പ് കൊടുക്കുന്നു. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ വാത്സല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം വായിക്കുമ്പോൾ, അതിന്റെ 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ആഴമേറിയ തിരുവചനങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. അതിനകത്ത് ഭയങ്കര ആഴമേറിയ അർത്ഥവത്തായ ദൈവവചനമാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അനേകരെ നമ്മൾ കാണുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന, വിധിക്കുന്ന, അളക്കുന്ന, തെറ്റ് കണ്ടുപിടിക്കുന്ന, കുറവ് പറയുന്ന അനേകരെ നമ്മൾ കാണാറുണ്ട്. നമ്മൾ ആ കൂട്ടത്തിലുള്ളവരാണ്. നമുക്ക് അങ്ങനെ പറയാമോ? എന്നാൽ തിരുവചനം നമ്മളോട് എന്ത് പറയുന്നു? ഒരു ദൈവ പൈതലിന്റെ ജീവിതം, ദൈവപൈതലിന്റെ എല്ലാ കാര്യങ്ങളും തിരുവചനത്തിനകത്തുണ്ട്. എന്നാൽ വചനം നമ്മളോട് എന്ത് പറയുന്നു? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നമ്മൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. സ്തോത്രം. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നമ്മൾ പലരെയും വിധിച്ചാൽ നമ്മളെയും ഒരു ദിവസം ദൈവം വിധിക്കും. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ദൈവവചനത്തിലൂടെ ജീവിച്ച് താഴ്മയോടെ പോയാൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കും. വചനത്തിലല്ലാതെ പണിയുന്നതും ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം കത്തിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ഇതിനകത്ത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. നമ്മൾ പലരെയും അളക്കാറുണ്ട്. എന്താണ് അളന്നുകൊണ്ടിരിക്കുന്നത്? അവരുടെ നല്ലത് ഒരിക്കലെങ്കിലും നമുക്ക് മനസ്സിലാക്കാനോ, അവരെ ഒന്ന് കർത്താവ് അവരെ അനുഗ്രഹിക്കുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനോ, അവരെ കാണുമ്പോൾ സ്തോത്രം, ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്ന ഓർത്ത് സ്തോത്രം എന്ന് പറയാനോ നമുക്ക് കഴിയുന്നുണ്ടോ? ഇനി ഈ ആത്മീക മഠത്തിലല്ല, അല്ലാത്ത നിലവാരത്തിലായിരുന്നാലും അവരിലൊരു നല്ലത് കാണുമ്പോൾ, ക്രിസ്തുവിന്റെ ഹിതമുള്ളത് കാണുമ്പോൾ സ്തോത്രം എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ അവരുടെ കുറവുകൾ അളന്ന്, അവരുടെ തെറ്റുകൾ മാത്രം അളന്ന് വിധിക്കുന്ന ഒരു വിധി കർത്താവാണ് നമ്മൾ. പാടില്ല. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിന് ഒരാളിനെ എത്രത്തോളം അളക്കാൻ പറ്റുമോ അളന്നവരെ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ, പൈതലെ, എന്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഇതിനേക്കാൾ അപ്പുറത്ത് അളക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തിരുവചന പ്രകാരം പോവുക. വീണ്ടും പറയുന്നു 3-ാം വാക്യം, എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിൽ കരട് നോക്കുന്നുണ്ട്. സ്വന്തം കണ്ണിൽ വലിയ കോലിരിക്കുകയാണ്, സഹോദരന്റെ കണ്ണിലെ ചെറിയൊരു കരട് കിടക്കുകയാണ്. വലിയ കോലിട്ടിട്ട് ഒരു കരട് നോക്കാൻ പോകുമ്പോൾ എന്റെ ദൈവം ശ്രദ്ധിക്കുകയാണ്. നമ്മള് ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്ന ആളായിരിക്കാം. പ്രാർത്ഥിക്കാത്ത ഒരാളിനെ കാണുമ്പോൾ ഞാൻ എന്തോണെന്ന് തോന്നും. നമ്മളെക്കാൾ ശ്രേഷ്ഠതയുള്ള ആളായിരിക്കാം ഒരുപക്ഷെ ആ ആള്. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയാതെ അവരിലുള്ള ആ ചെറിയ പൊടി എടുക്കാൻ പോകുമ്പോൾ, പൈതൽ, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് ആരും അറിയാതെ ചെയ്തു കൂട്ടുന്ന പാപം സ്വർഗം കാണുന്നുണ്ട്. അത് വലിയൊരു കോലായി കിടക്കുന്നുണ്ട്. ഈ കോലും വെച്ചും കൊണ്ട് മറ്റൊരാള് പുറമേ നമ്മൾ കണ്ടു ഉടനെ ചെന്ന് അവരെ തകർത്ത് തരിപ്പണമാക്കുന്ന നമ്മുടെ സ്വഭാവം, അത് ദൈവത്തിന് ഇഷ്ടമല്ല. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, എന്നാൽ സ്വന്തം കണ്ണിലെ കോലോർക്കാതെ നമ്മുടെ കണ്ണിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ ഏറ്റവും മേഖലയ്ക്കകത്തും കോല് കിടക്കുമ്പോൾ, മറ്റൊരാളിന്റെ ചെറിയൊരു അവസ്ഥ കാണുമ്പോൾ നമ്മൾ ചാടി വീണ് പ്രതികരിക്കാറുണ്ട്. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒന്നിരുന്ന് ചിന്തിക്കുക, എവിടെയൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ യേശുവിനോട് നമുക്ക് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് അങ്ങനെ ഒരു കുഴപ്പം വന്നു, യേശുവെ രക്തം കൊണ്ട് കഴുകണമേ, ഇനി ഞങ്ങളുടെ വചനപ്രകാരം ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. വീണ്ടും പറയുന്നു,
മൂന്നാം വാക്യത്തിൽ തന്നെ വീണ്ടും പറയുന്നു, സ്തോത്രം, എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരൻ നിന്റെ കണ്ണിലെ കരട് എടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ പറയും? അടുത്ത വരി, കപട ഭക്തിക്കാരാ, നമ്മുടെ പാപം ഇട്ടിട്ട് മറ്റൊരാളിനെ നമ്മൾ ഒന്നിലും തികഞ്ഞവരല്ല സ്നേഹിതരെ. പലപ്പോഴും പലരും ചിന്തിക്കും, ഞാൻ എല്ലാം തികഞ്ഞ ആളാണ്. എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, എപ്പോഴും കുറവ് പറഞ്ഞുകൊണ്ടേയിരിക്കും, വിരൽ ചൂണ്ടിക്കൊണ്ടേയിരിക്കും. ഞാനെല്ലാം തികഞ്ഞ ആളാണ്, ബാക്കിയുള്ള എല്ലാവരും പാപികളാണ്, ഞാനെല്ലാം പെർഫെക്റ്റാ, മറ്റുള്ളവരൊന്നും ശരിയല്ല. ഇങ്ങനെയുള്ള ധാരണ, ഇങ്ങനെയുള്ള സംസാരം, ഇങ്ങനെയുള്ള ചിന്തകൾ ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിനത് ഇഷ്ടമേ അല്ല. ദൈവം അത് വെറുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതിൽ എഴുതിയിരിക്കുന്നു, സ്തോത്രം, കപടഭക്തിക്കാരാ, കപടഭക്തിക്കാരാ. അവരെ വിളിക്കുന്ന പേര് കപടഭക്തി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്താ? കുഴപ്പങ്ങൾ അകത്തിട്ടിട്ട്, വലിയ കോലിട്ടിട്ട്, പാപം ഇട്ടിട്ട്, മറ്റൊരാളുടെ ചെറിയ പൊടി കാണുമ്പോൾ അവരെ പിടിച്ചു നിർത്തി അവരെ അതും ഇത് പറയുമ്പോൾ എന്റെ ദൈവം വിളിക്കുന്ന പേര് കപടഭക്തിക്കാരാ. സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളവാൻ വെടിപ്പായി കാണും. സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളവാൻ വെടിപ്പായി കാണും. സ്തോത്രം. സ്വന്തം കണ്ണിലെ കോലിട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വെടിപ്പില്ല എന്ന് യേശുക്രിസ്തു വ്യക്തമായിട്ട് പറയുകയാണ്. നമുക്ക് വെടിപ്പില്ല. സ്വന്തം കണ്ണിലെ കിടക്കുകയാണ് കോല്. ഇതും വെച്ചുകൊണ്ട് മറ്റൊരാളിന്റെ കരട് നോക്കാൻ പോകുമ്പോ കർത്താവ് വിളിക്കുന്ന പേര് കപടഭക്തിക്കാരാ. അതുകൊണ്ട് കർത്താവ് പറയുന്നു, കപടഭക്തിക്കാരാ, സ്തോത്രം, സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളവാൻ വെടിപ്പായി കാണും. നമ്മുടെ കോല്, നമ്മുടെ പാപം അത് കളയാതെ മറ്റൊരാളിന്റെ കുറവും കുറ്റവും അളന്ന് വിധിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വർഗം നമ്മളെ കാണുന്നു എന്നുള്ള കാര്യം മറക്കരുത്. ആ വ്യക്തി ചിലപ്പോൾ പിന്മാറിപ്പോയാൽ അതിൻ്റെ കണക്കും കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഒരു കുറവ് കണ്ടാൽ സ്നേഹത്തോടെ പറയാം, സ്തോത്രം. അതിൻ്റെ മുൻപിൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ വീണു പോകാതെ സൂക്ഷിക്കണം. ഗലാത്യർക്കൽ ലേഖനത്തിനകത്ത് വേദപുസ്തകം പറയുന്നു, ഗലാത്യർക്കൽ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം, ഗലാത്യർക്കൽ ലേഖനം 6-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. ഗലാത്യർക്കൽ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 3-4 വാക്യം വായിക്കുമ്പോൾ, താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്നൊരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുകയാണ്. നമ്മളേതുമല്ല, കോല് വിട്ട് മറ്റുള്ളവരെ വിധിച്ച് മറ്റൊരാൾ അളക്കുന്ന ആളാണെങ്കിൽ കർത്താവ് പറയുന്നു, സ്വത്രം, തന്നെത്താൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളൊരാളെന്ന് മറ്റുള്ളവരുടെ കുറവ് നോക്കി, വീട്ടുകാരുടെ കുറവ്, നാട്ടുകാരുടെ കുറവ് എല്ലാം നോക്കി നമ്മൾ അളന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുന്നു, താൻ അല്പനായിരിക്കെ ഒരാൾ മഹാനാകുന്നു നിരൂപിക്കുന്നെങ്കിൽ പറഞ്ഞു ഞാൻ എന്തോ ആണ്, മറ്റവരെല്ലാം തെറ്റുകാരാണെന്ന് സമർത്ഥിക്കുമ്പോൾ പൈതലെ, നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്, നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ പുറം മാത്രമല്ല ദൈവം കാണുന്നത്, നമ്മുടെ അകം വ്യക്തമായിട്ട് കാണുന്ന, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത സകലതും കണ്ടുപിടിക്കുന്ന എൻ്റെ ദൈവം. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യണം. അടുത്ത വാക്യം വായിക്കുമ്പോൾ, ഗലാത്യർ 6-ന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അതിൽ പറയുന്നു, ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലേ, നമുക്ക് നമ്മുടെ പ്രവൃത്തികളെ ശോധന ചെയ്യാം. എൻ്റെ പ്രവൃത്തി എങ്ങനെ, എൻ്റെ എല്ലാ കാര്യങ്ങളും എങ്ങനെ, എന്നെ തന്നെ ശോധന ചെയ്യാം. എൻ്റെ ജീവിതത്തിലുള്ള കുറവ് എന്താണ്? അപ്പോൾ മനസ്സിലാകും എൻ്റെ ജീവിതത്തിനകത്ത് കിടക്കുന്ന കുറവ് വലുതാണ്, പാപം വലുതാണ്. അപ്പുറത്തുള്ള വ്യക്തിയിൽ ഞാൻ ചിന്തിച്ചത് അത് എത്രയോ ചെറുതാണ്, അതിനേക്കാളും എത്രയോ വലിയ പാപം ഞാൻ മറച്ചു വെച്ചിട്ടാണ് ഞാനൊരു നാടകം കളിച്ചത്, ഞാനിത് അഭിനയിച്ചത്, ഞാനിതെല്ലാം അഭിനയിച്ചതല്ലേ എന്ന് നമുക്ക് വെളിപ്പെടും. ഇന്ന് ഈ ശബ്ദം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ പ്രിയ ദൈവവൈദ്യരെ, താങ്കൾ യേശുവിനെ കണ്ടുമുട്ടിയ ആളാണോ? ആ യേശുവിൽ ജീവിക്കുന്ന ആളാണോ? ഇതുപോലെ ഒരാളാണോ വിധിക്കുന്ന, അളക്കുന്ന, മറ്റുള്ളവരെ വിമർശിക്കുന്ന, അവരെ ഒറ്റപ്പെടുത്തുന്ന, വാക്കുകൊണ്ട് വേദനിപ്പിക്കുന്ന ആളാണോ? അല്പം നിൽക്കാം, തിരുവചനം നോക്കാം, എന്ത് പറയുന്നു ശ്രദ്ധിക്കാം, വചനത്തിന് കീഴ്പ്പെടാം. കത്തിപ്പോകാതെ നിലനിൽക്കുന്നതിന് വേണ്ടി കർത്താവിന്റെ വചനത്തിൽ ജീവിച്ച് കർത്താവിന് നിലനിൽക്കാമോ?
കുറവുകൾ ഏറ്റുപറയാം, പ്രാർത്ഥിക്കാം, ക്ഷമ ചോദിക്കാം, രക്തത്താൽ കഴുകൽ പ്രാപിക്കാം, വീണ്ടും ശക്തിയോടെ മുന്നോട്ട് പോകാം. എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, താങ്കൾ പിന്മാറി നിൽക്കുന്ന ആളാണോ? ഈ വചനം കേൾക്കുമ്പോൾ തന്നെ മടങ്ങി വരാം. എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, താങ്കൾ യേശുവിനെ ഇതുവരെ കണ്ടുമുട്ടാത്ത ആളാണോ? യേശു മാത്രം കർത്താവ്. നിങ്ങൾ നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ യേശുവിനോട്ട് വരാത്തത് അനേകരുടെ ഈ വിധി കേട്ടായിരിക്കാം. ഇല്ല, സ്തോത്രം. നമ്മുടെ മനുഷ്യരെ നോക്കാനല്ല കർത്താവ് പറയുന്നത്, വേദപുസ്തകം നോക്കുക. യേശു ക്രിസ്തു മാത്രം നമ്മുടെ രക്ഷകൻ. നമുക്ക് കർത്താവിനെ മാത്രമേ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റൂ. നമുക്ക് വചനം നോക്കാം, വചനം എന്ത് പറയുന്നു, യേശു എങ്ങനെയായിരുന്നു, അത് നോക്കി യേശുവിനെ നോക്കി നമുക്ക് ലാക്കിലേക്ക് ഓടി വിരുദ്ധ പ്രാപിക്കാം. ഗലാത്യർ 6:4 പറയുന്നത്, ഓരോരുത്തൻ താൻ തന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ, എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വയ്ക്കും. കണ്ടോ, തന്നിൽ തന്നെ അടക്കി വയ്ക്കും. വ്യക്തമായിട്ട് തന്നിൽ തന്നെ അടക്കി വയ്ക്കും. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, അർത്ഥം എന്താ? നമ്മുടെ കുറവ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മിണ്ടത്തില്ല. ആ കുറവുകൾ ഉണരാം, നമ്മളിലേക്ക് നോക്കാം, നമ്മുടെ കുഴപ്പങ്ങളിലേക്ക് നോക്കാം. മറ്റുള്ളവരുടെ കുറവുകൾ അവരെ അളന്ന് അവരെ വിധിച്ച് നമ്മൾ പാപികളായി നിത്യശിക്ഷാവിധിയിൽ പോകുന്നതിനേക്കാൾ നല്ലത് നമുക്ക് നമ്മളെ കുറ്റം ഒന്ന് നോക്കാം, നമ്മുടെ കുറവുകളെ ഒന്ന് തിരുത്താം, ദൈവവചനത്തിലേക്ക് നോക്കാം. ദൈവവചനം നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ പാപം അതിൽ കാണും. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, കർത്താവ് ഇതിനോടാണ് സംസാരിക്കുന്നത്. ആ വചനത്തിൽ നമുക്ക് ജീവിക്കാം, മറ്റുള്ളവർ വിധിക്കേണ്ട. യേശു മാത്രം കർത്താവ്. ആ യേശുവിനെ മാത്രം നോക്കാമോ? നമുക്ക് കണ്ണടയ്ക്കാമോ? പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനെ ആഴമേറെ തിരുവചനങ്ങൾക്കായി സ്തോത്രപ്പ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സകലരെയും യേശുവിന്റെ കരങ്ങളിൽ തരുന്നു. ഞങ്ങൾ വിധിക്കുന്നവരായിട്ടല്ല, ഞങ്ങൾ അളക്കുന്നവരായിട്ടല്ല, ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ട്, ഞങ്ങളുടെ പ്രവൃത്തികളെ ശോധന ചെയ്തുകൊണ്ട്, മറ്റുള്ളവരെ വിധിക്കുന്നതിനേക്കാളും മുൻപേ ഞങ്ങളുടെ കോലുകൾ, ഞങ്ങളുടെ കരടുകൾ ദൈവത്തിന് ഹിതമല്ലാത്ത എല്ലാം വലിച്ചു മാറ്റിക്കൊണ്ട് ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഓരോ സെക്കൻഡും ഞങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി, മറ്റുള്ളവരെ ബലപ്പെടുത്തുന്ന, മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കുന്ന, മറ്റുള്ളവർ ധൈര്യപ്പെടുത്തുന്നവരാക്കി ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്നവർ ഏത് വിഷയത്തോടെ ഇരിക്കുന്നവരെങ്കിലും അവരുടെ ജീവിതത്തിനകത്ത് വലിയ സമാധാന, സന്തോഷ, സ്വസ്ഥത ഉണ്ടാകട്ടെ. പ്രാർത്ഥനയായ സ്തോത്രം, അനുഗ്രഹിച്ചതായ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.